നമസ്കാരം. മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ മനസ്സുകളുടെ ഇരുണ്ട മനസ്സുകൾ എങ്ങനെയാണ്, എന്തെല്ലാം വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. ഇത് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഇത് പറയാൻ കാരണം, ഈ സാത്താൻ സേവ എന്ന് പറഞ്ഞിട്ട്, അതായത് ദൈവം ഉണ്ടെങ്കിൽ സാത്താനും ഉണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അത്ഭുതമായിരിക്കുന്നു. കാരണം ഈ ദൈവവിശ്വാസം, ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഓപ്പോസിറ്റായിട്ടൊരു സാത്താനുമുണ്ട്. അതെന്ത് പരിപാടിയാണ്? അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ സാത്താനെ സേവിച്ച, സാത്താനാണല്ലോ കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ സാത്താനെ സേവിച്ച് കഴിഞ്ഞാൽ സാത്താൻ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് ഈ സാത്താൻ സേവ ചെയ്യുകയാണ്. അപ്പോൾ ഈ മനസ്സുകളിലിങ്ങനെ ഡിപ്രഷൻ കൂടിക്കഴിയുമ്പോഴത്തേക്കും പല 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 വൾഗർ ഐഡിയ, കുഴപ്പം പിടിച്ച ഐഡിയകളിങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു ഉദാഹരണമാണ് നമ്മുടെ ബെയിൻസ് കോമ്പൗണ്ട് നന്തൻകോടിൽ ഇതുപോലെ കൂടുവിട്ട് കൂടുമാറ്റം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ വേറൊരു ഒരാളുടെ ശരീരത്തിലെ ആത്മാവ് അല്ലെങ്കിൽ ജീവനെ മറ്റൊരു ശരീരത്തിലോട്ട് ആക്കാൻ പറ്റൂ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അവസാനം എന്തായി? അമ്മയും അത് അച്ഛനും മറ്റേ ആളും വേറൊരു ജോലിക്കാരും എല്ലാവരും മരിച്ചു. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിൻ്റെ തകരാറുകളാണ്. ഇത് ഈ അന്ധവിശ്വാസങ്ങൾ കൂടുന്നത് തന്നെ ബ്രെയിനിൻ്റെ, ഈ ഭക്തി എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ കൂടുമ്പം അത് ബ്രെയിനിനകത്ത് നിന്നൊരു ഹോർമോൺ സെക്രീഷൻ്റെ തകരാറാണ്. ഇതിങ്ങനെ കൂടുതലായി കഴിയുന്നതോടുകൂടി നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് നമ്മുടെ ബ്രെയിൻ പോകും. എത്ര വികൃതമാകാനും എത്ര വയലൻ്റ് ആകാനും അതിന് വരില്ല, മടി വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്തെല്ലാമാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. അപ്പം ഈ ജീവൻ എന്ന് പറയുന്ന സാധനത്തിന് ആയിട്ട് പുറത്ത് പോയി ആകാശത്തോട്ട് പോയി പ്രേതം ഭൂതം അങ്ങനെയൊക്കെ ആവുമെന്നൊക്കെയുള്ള ആ കണ്ടീഷൻ, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലോട്ട് കയറ്റാൻ പറ്റും എന്നുള്ള ചിന്താഗതിയും ഇങ്ങനത്തെ ഈ അന്ധവിശ്വാസങ്ങളുടെ ബാക്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഷിസോഫ്രീനിക് ആയിരിക്കും. അതായത് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ തന്നെ ഒരു തകരാറാണത്. ഒരു സമയം നല്ല ആളായിരിക്കും, ഒരു സമയം വളരെ വൈകൃതമായ മനസ്സ് ഉള്ള ഒരാളായിരിക്കും. അപ്പം അങ്ങനത്തെ അത് ബ്രെയിൻ ശരിക്കും ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ബ്രെയിനിൻ്റെ കുഴപ്പമാണ്. അതിലുള്ള ഹോർമോൺസ് ഇറഗുലാരിറ്റി, അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇറഗുലാരിറ്റിയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് അതിൽ നിന്ന് പറ്റും. ഇപ്പം ആ വീടൊന്ന് ചെന്ന് നോക്കണം. അനാഥപ്രേതം പോലെ പ്രേതാലയം പോലെ കിടക്കുകയാണ്. പ്രേതാലയം എന്നൊരു ആലയമില്ല, കാരണം പ്രേതം ഉണ്ടെങ്കിലേ ആലയം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുറ്റുവാസികൾക്കൊക്കെ അതൊരു പേടി സ്വപ്നം പോലെയാണ്. അതിലൊന്നും യാതൊരു കാര്യമില്ലെന്നുള്ളത് വാസ്തവം. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതുപോലെ മനസ്സിൻ്റെ വൈകൃതമായ കാര്യങ്ങളുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് ഇതുപോലെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നതിന് അവിടെയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വളരെ ഭീകരമായൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും കുറേയെല്ലാം അങ്ങോട്ട് എപ്പോഴും ചാഞ്ചാടും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ഉണ്ടായാൽ മാത്രമേ നമുക്ക് മനസ്സ് നല്ല രീതിയിൽ, മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സന്തോഷത്തിൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോൺ കൂടുതൽ സെക്രീറ്റ് ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സങ്കടത്തിൻ്റെ കാര്യം നാച്ചുറലി കുറയും. സങ്കടത്തിൻ്റെ ഹോർമോൺ ബ്രെയിൻ സെക്രീറ്റ് ചെയ്ത് കുറയും. അപ്പോൾ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡിപ്രഷൻ എന്ന സ്റ്റേജിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഡിപ്രഷനിൽ നമുക്ക് സങ്കടത്തിൻ്റെ ഹോർമോണാണ് വരുന്നത്. സങ്കടത്തിൻ്റെ ഹോർമോൺ വരുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ വളരെ വളരെ കുറയുന്നതോടുകൂടി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ മറ്റേ നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഈ സങ്കടത്തിൻ്റെ ഹോർമോൺ കൂടുതൽ കയറി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറഗുലാരിറ്റി തോന്നും. അങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ മാതിരി
അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ചിന്താഗതികൾ, ഈ അന്ധവിശ്വാസത്തിൽ നിന്നൊക്കെയാണ് ഇത് വളർത്തുന്നത്. ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കൊരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം, ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു. അപ്പോൾ ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ അവരുടെ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ദിവസത്തിൽ ഒരു ദിവസവും ഉറക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് രാത്രി ഞാനൊരു 4 മണി വരെയൊക്കെ ഇരിക്കും, ഉറങ്ങാൻ പറ്റൂല, വെറുതെ പിന്നെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞൊന്ന് കിടന്ന് ഉറങ്ങിയാലും ഞാൻ കൃത്യം ഒരു 6 മണിയാകുമ്പോൾ തന്നെ എണീക്കും. പിന്നെ പകൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഉറങ്ങും. പകൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ഹോർമോൺ നമ്മൾ കിടക്കുമ്പോൾ രാത്രി നമ്മൾ കണ്ണടച്ച് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോർമലി ഒരു 5-6 മണിക്കൂർ നമ്മൾ ഉറങ്ങാനുള്ള ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരു റിതം പോലെ വന്നു കഴിഞ്ഞാൽ ആ റിതം നമ്മൾ രാത്രി കിടന്ന് കൃത്യമായിട്ട് ഉറങ്ങും. അപ്പോൾ ഈ റിതം നമ്മളായിട്ട് തന്നെ തെറ്റിക്കും. അതായത് നമുക്കിപ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ 10 മണിക്ക് ഉറക്കം വന്നാലും ഉറങ്ങാതെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കളിച്ചിരുന്ന് നമ്മൾ രാത്രി 4 മണി അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ ഉറങ്ങാൻ നോക്കും. അപ്പോഴത്തേക്കും ബോഡി പിന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഇറഗുലറാക്കി 3 മണിക്ക് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ആകെപ്പാടെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന, അതായത് നമുക്ക് വയറിൽ പാവ്ലോസ് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുപോലെ കൃത്യസമയത്തിന് ഹോർമോൺ ഉണ്ടാക്കുന്നത് നമ്മളായിട്ട് കറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആകെ പ്രശ്നമൊക്കെയാണ്. അപ്പോഴത്തേക്കും ഇറഗുലറായിട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് തുടങ്ങും. രാത്രി സെക്രീറ്റ് ചെയ്തതിന് പകൽ സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇറഗുലറായിട്ട് ഉറങ്ങേണ്ടി വരും. ഇറഗുലറായിട്ട് ഉറങ്ങാൻ പറ്റില്ല, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ സംഭവം കുളമാക്കും. അപ്പം ഇതെല്ലാം ശരിക്കും ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറങ്ങുന്നതും. നമുക്കിങ്ങനെ ഓരോ എല്ലാം ഇപ്പം ചിരിക്കുന്നതാണെങ്കിലും നമുക്ക് ചിരിക്കണമെങ്കിൽ നമുക്ക് ഹോർമോൺ വന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. സെക്സ് തോന്നണമെങ്കിൽ സെക്സിൻ്റെ ഹോർമോൺ വരണം. അപ്പോൾ അതില്ലെങ്കിൽ തോന്നില്ല. അപ്പോൾ അതും ഇതുപോലെയാണ് നമ്മുടെ ഓരോരോ കാര്യം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോകും. ആ ഹോർമോൺ അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പുതിയ ഹോർമോൺ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഡിപ്രഷൻ്റെ ഹോർമോൺ നമ്മൾ ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ അങ്ങനത്തെ എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും വയലൻ്റ് ആയിട്ടുള്ള ചിന്താഗതികളും വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്നാണ് വൈൽഡായിട്ടുള്ള പിന്നെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ അതിന് കൂടുതലായിട്ട് കൂട്ടു നിൽക്കും. അപ്പോൾ ഇതുപോലെ ദൈവം ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ചെകുത്താനും കാണും, അതായത് സാത്താനും കാണും. ഈ സാത്താനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മളെ കുഴപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാത്താനാണ് ഇതുപോലെ പ്രീതിപ്പെടുത്തിയിട്ട് ഒരു ശരീരത്തിൽ നിന്ന് മറ്റു ശരീരത്തിലോട്ട് ജീവൻ കയറ്റിവിടാൻ പറ്റുമെന്ന് നോക്കി. അവസാനം എല്ലാവരും മരിച്ചു. അപ്പോൾ ഈ കണ്ട ഒരു പാർട്ടി ജോലിക്കാരും മരിച്ചു. അപ്പോൾ ഇത് അതുപോലെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലോട്ട് നമുക്ക് ജീവൻ കയറ്റിവിട്ടാനുള്ള പ്രയോജനം എന്താണ്? അതാണ് അടുത്ത് ആലോചിക്കാനുള്ളത്. നമുക്ക് അങ്ങനെ യാതൊരു ഗുണവുമില്ല. പ്രത്യേകിച്ച് 2 ജീവനും അങ്ങനെ തന്നെ നിന്ന് ആ ശരീരം അതിൻ്റെ ജോലി കഴിയുമ്പോഴത്തേക്കും മണ്ണിലോട്ട് പോയി മടങ്ങി റീസൈക്കിളായിട്ട് വരുന്നതല്ലേ നല്ലത്. അല്ലാതെ ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് ഇത് കയറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ഭയങ്കര വികൃതമായ ഒരു ചിന്താഗതിയിലോട്ട് പലരും പൊക്കളയുന്നു. അതുപോലെ തന്നെ ഈ നമ്മൾ ഇടയ്ക്ക് അവിടെ മറ്റേ ഒരു കുരുതി നടത്തി ബ്ലഡ് എടുത്ത് 2-3 പേരെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഒരാളുടെ കാര്യം അറിയാവും കൃത്യമായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് പ്രയോജനം? ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ്. അതിന് പ്രത്യേകിച്ച് ഒരു യഥാർത്ഥത്തിൽ ബ്ലഡിൽ ജീവൻ പോലും ഇല്ല. അതാണ് അതിൻ്റെ വിറ്റ്. ബ്ലഡിൻ്റെ ആവശ്യക്ക് ജീവനില്ല. അപ്പം ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ടൊന്നും കേൾക്കാനില്ല. ഒരുപാട് പേര് ഇതുപോലെ പലരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന. ഇപ്പം അതുപോലെ ഇത് ഞാൻ സംസാരിക്കാൻ കാണുന്നത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ദൈവമുണ്ടോ എന്നുള്ളൊരു തെളിവ് മറ്റേ അങ്ങനത്തെ പലരും പണ്ടത്തെ ഞാൻ ആൾക്കാരെയൊന്നും പേര് പറയുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ മറ്റേ എന്നൊക്കെ ഇങ്ങനെ പറയിച്ചിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്തൊക്കെ ഉള്ള ഇത് ഇങ്ങനെ നമുക്കിവിടെ ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിയാലേ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഈ നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ ഈ മൺമറഞ്ഞു പോയ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ ഇടപെടാൻ പറ്റുന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ജീവിത കാര്യങ്ങൾ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കണമെങ്കിലൊക്കെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ
നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ ഇറങ്ങിയാലേ പറ്റുന്നുള്ളൂ, അല്ല പറ്റത്തേയില്ല. അപ്പം നമ്മൾ ഈ സ്ലീപ്പിൻ്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ലിക്കർ അങ്ങനെ കഴിക്കില്ല, വല്ലപ്പോഴേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു സേർട്ട് കഴിക്കുമോ? സേർട്ട് വലിക്കും. അപ്പോൾ ഈ സേർട്ട് വലി അതാണ് ഇത് പ്രധാനം. കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഓരോന്നും നമ്മൾ ബോഡി യോജിച്ച് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല. പലരും സേർട്ട് വലിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് വയസ്സ് വരെ ജീവിച്ചിരുന്നുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ഇത് ചെന്ന അപ്പോഴും തന്നെ നമ്മുടെ ആർട്ടറി, ഇത് നിക്കോട്ടിൻ അതിനകത്തുള്ള ആർട്ടറി കുഴൽ പോലെ ആക്കും. അതായത് അതിങ്ങനെ പൾസ് ചെയ്യാതാവും. പൾസ് ചെയ്യാതായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓടൂല നേരെ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കൈ ഇങ്ങനെ പൊക്കി വെച്ചാൽ ബ്ലഡ് മുഴുവൻ താഴോട്ട് പോകും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് വരും ബ്രെയിനിൽ നിന്നും. അപ്പോൾ ബ്രെയിനിലോട്ടും നല്ലതുപോലെ ബ്ലഡ് ഓട്ടം കൂടാതെ നമ്മൾ നേരെ ഇരിക്കുമ്പോൾ താഴോട്ട് വരും, കിടക്കുമ്പോൾ കൂടും, അങ്ങനെയൊക്കെ ആവും. അതൊക്കെയാണ് സേർട്ടിൻ്റെ പ്രധാന ഒരു കുഴപ്പം. അങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറലി ഉറക്കത്തിൻ്റെ ബ്രെയിനിലോട്ട് വരുന്ന ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണും എല്ലാം കുറയും. അപ്പോൾ ഉറക്കം ഡാമേജ് ആവും. അപ്പം ഞാൻ പറഞ്ഞു സേർട്ട് വഴി കംപ്ലീറ്റായി നിർത്തിയാലേ നിങ്ങൾക്ക് ഉറക്കം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പലരും ഇതുപോലെ ഈ മാനസികമായിട്ട് തകരാറ് വരുന്നവർ പലതും അബ്നോർമലായിട്ട് കാണും. കാരണം ഞാൻ അവിടെ ഇപ്പോൾ ഇല്യൂഷൻസ് എന്ന് പറയും, ഒരു സാധനം ഇവിടെ കാണില്ല. ആ സാധനത്തിന് നമ്മൾ കാണുന്നത് കാരണം കണ്ണിൻ്റെ എറർ കൊണ്ട്, ബ്രെയിനിൻ്റെ എറർ കൊണ്ട് അതിനെ അങ്ങനെ കാണുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുള്ളൂ. നമ്മുടെ ബ്രെയിനിനകത്തുള്ള തകരാറാണ് ഇതെല്ലാം ഇങ്ങനെ കാണിക്കാൻ കാരണം. അല്ലാതെ ഇപ്പോൾ ഈ പലതിനകത്ത് പറയുന്ന പോലെ നമ്മളൊരു സ്വപ്നം കണ്ടു, ഭയങ്കര സംഭവമാണ്, അത് നാളെ നടക്കും, ഇതെല്ലാം പറയുന്നത് വെറുതെയാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ അഥവാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളൊന്ന് കണ്ടിട്ട് ശരിയാവുന്നതൊക്കെ ഒരു കോയിൻസിഡൻസാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ അനാചാരങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരെല്ലാം ലാസ്റ്റിൽ പോയി ചാടുന്നതിനകത്ത് തന്നെയാണ്. നമുക്കിവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം എന്തെല്ലാം നല്ല കറക്റ്റായിട്ട് നടക്കണമെങ്കിലും നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ, വേറെ ഒന്നും കൊണ്ടും പറ്റില്ല. അതിലെ ബോഡിയുടെ തകരാറുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ബ്രെയിനിന് തകരാറുകൾ ഉള്ളവരുണ്ട്, ഹോർമോൺ സെക്രീഷൻ്റെ ഇറഗുലാരിറ്റി ഉള്ളവരുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം കാണുന്നത്. നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ദേഷ്യം കൂടുന്നത് അങ്ങനെയാണ്. നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ദേഷ്യം ഇതുപോലെയാണ്. ദേഷ്യം ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ സെക്രീഷൻ കൂടി നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും ദേഷ്യമായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഒരു റീസൺ മതി നമുക്ക് ഭയങ്കരമായിട്ട്. ആ ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉണ്ട്. ഉറക്കത്തിനും അങ്ങനെയാണ്. അത് ഈ സെഡേറ്റീവ് പോലത്തെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഋതവും കറക്റ്റാക്കണം. ഋതം കറക്റ്റാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കമ്പൽസറി, ഇപ്പോൾ അതായത് രാത്രി ഒരു 10 മണിക്ക് വന്നുകൊണ്ടിരുന്ന ഉറക്കത്തിൻ്റെ ഹോർമോൺ നമ്മൾ ബലത്തിൽ പിടിച്ച് നിർത്തി അതിനെക്കൊണ്ട് 3 മണി വരെ ആക്കുകയാണ്. അതോടുകൂടി അത് ആകെപ്പാടെ ഇറഗുലറാവും. അപ്പോൾ അതോടുകൂടി ഈ നമ്മൾ പറഞ്ഞ പോലെ സൈക്കാട്രി ആ ഒരു ഋതം കംപ്ലീറ്റ് പോകും. അതോടുകൂടി ഉറക്കമില്ലാതായി, അപ്പോൾ പകലിരുന്ന് ഉറങ്ങേണ്ടി വരും. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ പോകുന്നത്. ഇതുപോലെയാണ് എല്ലാ ഹോർമോണും. ഇപ്പോൾ സെക്സിൻ്റെ ഹോർമോൺ ബോഡി കൂടുമ്പോൾ നമ്മൾ സെക്ഷലായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പിടിച്ചു കളയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മാസ്റ്ററൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് അവിടെ നിന്ന് കെട്ടി നിന്ന് പിന്നെ നമുക്കത് സെക്സിൻ്റെ പുതിയ ഹോർമോൺ വരില്ല. അപ്പം നമുക്ക് പിന്നെ എല്ലാ സംഭവവും കുഴപ്പമാവും. അതൊക്കെയാണ് ഇത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ബോഡിക്കകത്തുണ്ടാക്കുന്ന വിശക്കാൻ തോന്നുമ്പോൾ വിശക്കുന്നതിൻ്റെ വയറിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യും, അങ്ങനെ വരികയും ഈ വയറുണ്ടാക്കുന്ന ഹോർമോൺ വരികയും അതുപോലെ തന്നെ പാങ്ക്രിയാസ് ഉണ്ടാകുന്ന എൻസൈംസൊക്കെ വരുമ്പോഴാണ് നമുക്ക് വിശപ്പ് തോന്നുന്നത്. ആ വിശപ്പ് തോന്നുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചാലേ അത് നല്ല ദഹിക്കുകയുള്ളൂ. അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ ആ എൻസൈംസിനും ആ ഹോർമോൺസിനും എല്ലാം ഫങ്ഷൻ ഇല്ലാതാവും. ബൈലിനും ഒക്കെ ഫങ്ഷൻ ഇല്ലാതായി നിങ്ങളുടെ ദഹനം കംപ്ലീറ്റ് തകരാറാവും. അതോടുകൂടി നമുക്ക് ഗ്യാസ് ട്രബിളും അങ്ങനത്തെ മലബന്ധവും അങ്ങനത്തെ എല്ലാം കൂടും. അപ്പോൾ ഇത് ബോഡിയുടെ നീഡ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എപ്പോഴാണ് എന്താണ് ചെയ്യാവുള്ളത്, അവിടെ എവിടെയെങ്കിലും എററുണ്ടോ എന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് ഓടുകയുള്ളൂ. അപ്പോൾ ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ട ഡോക്ടേഴ്സിൻ്റെ ചുമതലയാണ്. ഈ വിധം നിങ്ങൾ തെറ്റിക്കരുത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഡെയിലി രാവിലെ കുളിക്കുന്നെങ്കിൽ ബോഡി അത് ആലോചിച്ച് വെച്ചേക്കും. രാവിലെ എൻജിൻ തണുപ്പിക്കാനായിട്ട് നമ്മൾ ഇറങ്ങും എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ഒരു ദിവസം രാവിലെ കുളിക്കാതെ വൈകിട്ട് കുളിക്കുമ്പോൾ അതിന് തന്നെ സംശയവും, ഇതെന്ത് പറ്റി രാവിലെ തണുപ്പിക്കാത്തത് വൈകിട്ടായി തണുപ്പിച്ചു. അപ്പോൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഇറഗുലറായിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെയും ബോഡിക്ക് സംശയം തോന്നും, എന്താണ് ഈ പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഒരു സൈക്കിൾസ് എന്ന് പറയുന്ന സാധനവും നമ്മുടെ ഹോർമോൺ സെക്രീഷൻസിനെ എല്ലാം
എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറണം. എന്നാലേ ബോഡി നല്ലതുപോലെ ഇരിക്കുകയുള്ളൂ. അത് നിർബന്ധമായിട്ട് ഈ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക്, പിള്ളേർക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് ഈ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാന്ന് പറയും. നല്ല ശീലം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നല്ല ശീലമൊന്നുമല്ല, നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ റിതം. ഇപ്പോൾ നമുക്കിപ്പോൾ നൈറ്റ് ഷോ, നമുക്ക് രാത്രിയാണ് ജോലി ചെയ്യുന്നത് വിചാരിക്കുക. സപ്പോസ് ഇന്നത്തെ കണ്ടീഷനിൽ രാത്രി ചിലപ്പോൾ ജോലി ചെയ്തേക്കുള്ളൂ പലർക്കും. അപ്പോൾ നമ്മൾ പക്ഷേ നിർബന്ധമായിട്ട് പകൽ ഒരു ടൈമിൽ ഒരു 6 മണിക്കൂർ കിടന്നുറങ്ങിയിരിക്കണം. അപ്പോൾ അതാണ് കാരണം. അപ്പം ബ്രെയിനിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഒരു ജീവിത രീതിയെ കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ എപ്പോഴും അതാണ് ബോഡി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ അതിനെ നമുക്ക് ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഉറക്കമില്ലായ്മയാണെങ്കിൽ, ഇപ്പം ഈ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് ആണ് ഉറക്കമില്ലായ്മ ഈ പാർട്ടിക്കുണ്ടാകുന്നത്. അതുപോലെ ലിക്കർ കഴിച്ചാൽ ഇതുപോലെയാണ്. ലിക്കർ കഴിച്ച് നമ്മളൊരു 8 മണിക്ക് 9 മണിക്ക് ലിക്കർ കഴിച്ചാൽ ഒരു 90 ml കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മളൊരു 3 മണി വരെ ഉറങ്ങും. 3 മണി വരെ ഉറങ്ങിയതിന് ശേഷം നമ്മൾ 3 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം എണീക്കും. അതോടുകൂടി ഭയങ്കര ഇറങ്ങില്ലാവും. അപ്പോൾ ഇതേപോലെ പിന്നെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ബ്രെയിനിൻ്റെ തകരാറ് കൊണ്ട് തന്നെ ഉണ്ടാവും. അതിന് ഇതുപോലെ യഥാർത്ഥത്തിൽ റെക്ടിഫിക്കേഷൻ നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചെയ്യണം. എന്നാൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ഇങ്ങനെ കൂട് മാറ്റം എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് എല്ലാ ജീവനും പൊലിയുന്നൊരു സംഭവം ഇതുപോലത്തുള്ള അന്ധവിശ്വാസങ്ങളിലോട്ട് പോകാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ തകരാറുകൾ മനസ്സിലാക്കും. ഇത് പറയാൻ കാരണം ഇതുപോലൊരു കേസ് ഇപ്പോൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ വന്നു. പുള്ളിക്കാരൻ ഇതുപോലെ ഈ പറഞ്ഞൊരു ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ സാത്താനും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സയൻറ്റിഫിക്കായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ ഇതെല്ലാം വെറും ഫൂളിഷ്നെസ്സാണ്. നമ്മളെ ഫൂളാക്കുന്നവരാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ നമ്മൾ തന്നെ വേണം. നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങണം. അല്ലാതെ മേളിൽ നിന്ന് ഒരാളോ വേറെ ആളോ ഇതൊന്നും റെക്ടിഫൈ തരില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.